പുണ്യം കിട്ടണോ, ഈ മജ്‌ലിസിന്റെ പ്രതിഫലം കിട്ടണോ ആഗ്രഹിച്ച പ്രിയപ്പെട്ട പിതാക്കന്മാര് തീരുമാനമെടുത്തോ. പ്രിയപ്പെട്ട പിതാവേ, അല്ലാഹേ, പരിശുദ്ധമായ റജബ് മാസമാണല്ലോ, വർണ്ണ റമളാൻ മാസമാകുന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ, പരിശുദ്ധമായ പവിത്രമായ റജബും ശഅബാൻ മാസത്തിൽ ഞങ്ങൾക്ക് നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. പരിശുദ്ധമായ പുണ്യങ്ങൾ പൂക്കാലമായ റമളാൻ മാസത്തെ ഞങ്ങൾക്ക് നീ എത്തിച്ചു തരണേ അല്ലാഹ് എന്ന് ദുആ ചെയ്യുന്ന പിതാവേ, എന്ന് പ്രാർത്ഥിക്കുന്ന ഉമ്മ, റമളാൻ മാസത്തിലേക്ക് എത്തുമെന്ന് എന്താണ് നിങ്ങൾക്ക് ഉറപ്പുള്ളത്? ഈ കഴിഞ്ഞുപോയ വെള്ളിയാഴ്ച രാത്രി കരമനയിൽ ഇസ്ഹാഖ് എന്ന് പറയുന്ന ഒരു ഉസ്താദ് മരണപ്പെട്ടു പോയി. 22 വയസ്സ് മാത്രമാണുള്ളത്. ആ ഉസ്താദ് പള്ളിയിൽ ഇശാ നമസ്കാരത്തിന് നേതൃത്വം കൊടുത്തു. മരണമെന്നുള്ള വിഷയമാറ്റി ബന്ധപ്പെട്ട് പള്ളിയിൽ ഒരുമിച്ചുകൂടിയ സതീശോസിനോട് സംസാരിച്ചു. ആ പ്രസംഗം കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി. തന്റെ ഭാര്യ എത്തുകിടക്കുന്നു. 11 മണി കഴിയുന്നു, 12 മണിയോളം കഴിയുന്നു. തന്റെ ഭാര്യ നോക്കുമ്പോ തന്റെ ഇക്കാന്റെ കൂർക്കം വലി കേൾക്കുന്നില്ല. സാധാരണ കൂർക്കം വലിക്കുന്നൊരു പതിവ് പ്രിയപ്പെട്ട ഉസ്താദിനുണ്ട്. പക്ഷേ 12 മണി കഴിയുമ്പോ പ്രിയപ്പെട്ടിക്കാന്റെ കൂർക്കം വലി തന്റെ അടുത്തിളക്കുന്ന സഹധർമ്മിണി കേൾക്കുന്നില്ല. ഭാര്യ നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഇക്കാന്റെ റൂഹ് പിരിഞ്ഞു പോയിരിക്കുന്നു, ഇക്കാഫാത്തായിരിക്കുന്നു, മരണത്തിലേക്ക് മല്ലടിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട പിതാവേ, നിന്നോടൊപ്പം ഉരസിക്കിടക്കുന്ന നിന്റെ പ്രിയപ്പെട്ട ഭാര്യയില്ലേ, ആ ഭാര്യ പോലും അറിയില്ല. തന്റെ ചൊടിച്ചുമ്പലം കൊടുക്കുന്ന മക്കളില്ലേ, മക്കളെ പോലും അറിയില്ല. അല്ലാഹുവേ, കാത്തുരക്ഷിക്കണേ അല്ലാഹ്. മരണമെന്നുള്ള പ്രതിഭാസം വരുമ്പോ ഇസ്ലാമിന്റെ കലിമത്തിന്റെ വാചകമാകുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കച്ചൊല്ലി മരിക്കുവാനുള്ള തൗഫീഖ് ഈ മജ്‌ലിസിന്റെ പവർ കൊണ്ട് റബ്ബേ, ഈ മജ്‌ലിസിന്റെ ബറക്കത്തുണ്ട് അല്ലാഹ് ഞങ്ങൾക്കൊക്കെ തരണേ അല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതെന്താണ്? മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരു മനുഷ്യന്റെ അവസാനത്തെ വാക്ക്, ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ അവസാനത്തെ വാക്ക് അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണെങ്കിൽ ഖദ് ദഖലൽ ജന്ന ശഫീഉനാ റസൂലുള്ളാഹി. ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ അവസാനത്തെ വാക്ക് എന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ അവസാനത്തെ വാക്കെങ്കിൽ അവൻ സ്വർഗത്തിലാണെന്ന് മുത്തളി റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവേ, അമല കുറഞ്ഞവരായ, സൽക്കർമ്മങ്ങൾ കുറഞ്ഞവരായ ഞങ്ങൾക്ക് അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആക്കണേ അല്ലാഹ്. പരിശുദ്ധമായി പെരപ്പൻ പള്ളിയിൽ പഠിക്കുന്ന ഈ മുത്തല്ലിമിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ പഠിപ്പിക്കുന്ന ഉസ്താദുമാരുടെ ബറക്കത്ത് കൊണ്ട് റബ്ബേ, ഈ മജ്‌ലിസിൽ ഒരുമിച്ചുകൂടിയ ഞങ്ങൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാതെ മരിപ്പിക്കല്ലേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട പിതാവേ, മരണമെന്നുള്ള പ്രതിഭാസം ഏതൊരു മനുഷ്യനെയും പിടികൂടുന്നതാണ്. എന്നാൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, സുബ്ഹിന് ശേഷം ഒരു ആയത്തുണ്ട്, സൂറത്തുണ്ട്. ആ സൂറത്തിന്റെ ഖുർആനിൽ ഒരു സൂറത്തിന്റെ അവസാനത്തെ 2 ആയത്തുകളുണ്ട്. ആ 2 ആയത്തുകൾ സുബ്ഹിന് ശേഷം ഒരാൾ ഓതിയാൽ മഗ്‌രിബിന് മുമ്പ് മരിക്കൂല. മഗ്‌രിബിന് ശേഷം ആ 2 ആയത്തുകൾ ഓതിയാൽ ആ പിറ്റേ സുബ്ഹി വരെ ആ മനുഷ്യൻ മരിക്കുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു.
ഖുർആന്റെ സൂറത്ത് തൗബ എന്ന് പറയുന്ന സൂറത്തിന്റെ അവസാനത്തെ 2 ആയത്തുകൾ സുബഹി നമസ്കാരത്തിന് ശേഷം ഓതിയാൽ അന്ന് മഗ്രിബ് വരെ മരിക്കുകയില്ല. മഗ്രിബിന് ശേഷം ആ 2 ആയത്തുകൾ ഓതിയാൽ പിറ്റേന്ന് സുബഹി വരെ മരിക്കുകയില്ല എന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതാണ് ആയത്ത്? ആമുഖമായി ഞാൻ ഓതിയ ആയത്താണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും بالمؤمنين الرؤوف الرحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. ഈ 2 ആയത്തുകളാണ്. ഈ 2 ആയത്ത് മരിക്കൂല എന്ന് മാത്രമല്ല, ഈ ആയത്തിന്റെ വിശദീകരണം, അതിന്റെ മഹാത്മ്യം, പവറും പോരിശ്യം 4 വെള്ളിയാഴ്ച വാള് ഇപ്പോൾ നിൽക്കുന്ന പള്ളിയിൽ പറഞ്ഞവനാണ് ഈ ഉള്ളവൻ. ഒരുപാട് അത്ഭുത സിദ്ധികളുള്ള 2 ആയത്തുകളാണ്. വീട്ടിൽ നിന്നൊരു യാത്രയ്ക്ക് ഇറങ്ങുന്ന സന്ദർഭത്തിലാണ് ഈ 2 ആയത്തുകൾ ആരാണോ ഓതുന്നത് ആ മനുഷ്യൻ മടങ്ങി വീട്ടിലേക്ക് വരുന്നത് വരെ അപകടം ഉണ്ടാവൂല, അള്ളാഹുവിന്റെ കാവലിലായിരിക്കുമെന്ന് മുത്തളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 1 ഏതാണ്? സൂറത്ത് തൗബ. സൂറത്ത് തൗബയുടെ അവസാനത്തെ 2 ആയത്ത്. യാത്രയ്ക്ക് ഇറങ്ങുമ്പോ ഓതണം, അപകടം ഉണ്ടാവൂല. ഗൾഫിൽ പോകുന്ന സന്ദർഭത്തിലാണെങ്കിലും കേട്ടാ ഷൈജുക്ക ഈ 2 ആയത്ത്, അപകടം ഉണ്ടാവൂല എന്ന് മാത്രമല്ല മുസീബത്ത് മാറിക്കിട്ടും, വീട്ടിലെ പ്രയാസങ്ങൾ മാറിക്കിട്ടും എന്ന് സാധാരണ ഓതുന്ന വീട്ടിലാണെങ്കിൽ ആ വീട്ടിൽ മുസീബത്ത് മാറിക്കിട്ടും, രോഗങ്ങൾ മാറിക്കിട്ടും എന്ന് മാത്രമല്ല പ്രത്യേകമായ അള്ളാഹുവിന്റെ റഹ്മത്തും ഐശ്വര്യവും ആ വീട്ടിൽ ഉണ്ടാകും. ദുർമരണവും സംഭവിക്കുകയില്ല, ദുർമരണം ഉണ്ടാകുകയില്ല എന്ന് നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദുർമരണം കേൾക്കുമ്പോ മുസ്ലിയാരെ ഇനി ദുർമരണം, എപ്പോ എന്റെ പ്രിയപ്പെട്ടവര്, നമ്മളെക്കാൾ നമസ്കാരത്തഴമ്പുണ്ടായിരുന്നവരല്ലേ വിഷം മടിച്ച് ചത്തുപോകുന്ന ദുരവസ്ഥകൾ. പിന്നെയാണോ നമുക്ക് കേവലം കുറഞ്ഞ അമല് ചെയ്യുന്ന നമുക്കൊക്കെ ഏതെങ്കിലും സാഹചര്യത്തിന്റെ സന്ദർഭം കൊണ്ട് ആ വിപത്തിലേക്കാണ് ചിന്തിച്ചു പോയാൽ നഊദു ബില്ലാഹ്, അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹദി ആയിഷ റളിയല്ലാഹു തആല ചോദിക്കുകയാണ്, നബിയേ അൽ യുഹ്ശറു മഅ ശുഹദാഇ യാ റസൂലല്ലാഹ്, ശുഹദാക്കളോടൊപ്പം നാളെ പരലോകത്ത് ഒരുമിച്ചൂട്ടപ്പെടുന്ന ആരെങ്കിലും ഈ ദുനിയാവിന്റെ തൊലിപ്പുറത്തുണ്ടോ നബിയേ? ബദറിൽ ഷഹീദായി പോയ, ഖന്തഖിൽ ഷഹീദായി പോയ, തബൂക്കിൽ ഷഹീദായി പോയ ഷഹീദന്മാരെ പോലെ മഹത്വമുള്ള പവറുള്ള പോരിശുള്ള ഷഹീദന്മാരെ പോലെ നാളെ പരലോകത്ത് ഒരുമിച്ചൂട്ടപ്പെടുന്ന ജനങ്ങൾ, മനുഷ്യര് ആരെങ്കിലും ഈ ദുനിയാവിലുണ്ടോ നബിയേ എന്ന് ചോദിക്കുമ്പോ ഞാൻ ആയിഷ, അതേ ആയിഷ ഉണ്ട്. ഷഹീദായി പോയുള്ള മനുഷ്യരെ പോലെ, ഷഹീദായി പോയവരെ പോലെ ഷഹീദന്മാരോടൊപ്പം നാളെ പരലോകത്ത് ഒരുമിച്ചൂടുന്ന ചില മനുഷ്യരെ ദുനിയാവിലുണ്ട് ആയിഷ. ആരാണ് നബിയെ? ആരാണ് നബിയെ അവര്? ആരാണ് നബിയെ അവര്? അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു, ഫദുക്കുറുൽ മൗതാ ഇശ്റൂന മറ,
പരിശുദ്ധമായ ഇൽമിന്റെ മജ്‌ലിസിലേക്ക് ഓടി വന്ന ചെറുപ്പക്കാരാ, ഇന്ന് മുതൽക്ക് നീ ചിന്തിക്കേണ്ടുന്നത് നിന്റെ മൊബൈലിനെ കുറിച്ചല്ല, നിന്റെ കൂട്ടുകാരെ സംബന്ധിച്ചല്ല, നിന്റെ സുഹൃത്തിനെ സംബന്ധിച്ചല്ല. എന്നാൽ ഈ പറയാൻ പോകുന്ന കാര്യം നിന്റെ മനസ്സിലേക്ക് അങ്ങ് കടന്നു വന്നാൽ, നാളെയുള്ള ജീവിതങ്ങളിൽ ഈ കാര്യം അങ്ങ് ജീവിതത്തിലേക്ക് ചിന്തയിലേക്ക് കൊണ്ടുവന്നാൽ, ഷഹീദായി പോയതുപോലെ നാളെ പരലോകത്ത് നീ ഒരുമിച്ചൂട്ടപ്പെടുന്നതാണ്. ആരെ സംബന്ധിച്ചാണ്? അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, ഫദ്കുറുൽ മൗതാ, മരണസ്മരണയാണ്, മരണസ്മരണയാണ്. ഇശ്റൂന മറ, അശ്റൂന മറ, ഒരു ദിവസം 20 വട്ടം ഞാൻ മരിക്കും അല്ലാ, ഞാൻ മരിക്കും അല്ലാ, ഞാൻ മരിക്കും അല്ലാ, ഞാൻ മരിക്കേണ്ടുന്നവനാണെന്നുള്ള ചിന്ത 20 വട്ടം ഏതൊരു മനുഷ്യനാണോ ചിന്തിക്കുന്നത്, ആ മനുഷ്യൻ നാളെ പരലോകത്ത് ഷഹീദിനൊപ്പമാണെന്ന് മുത്തുൽ റസൂലുള്ളാഹ്. ഷഹീദായവരാണോ? അല്ല, പിന്നെയോ എത്ര വട്ടം ചിന്തിക്കണം? മരണസ്മരണ 20 വട്ടം. 20 വട്ടം നമ്മൾ മരിക്കും. അല്ലാഹുവേ ഞാൻ മരിക്കുമല്ലോ, അടുത്ത സെക്കൻഡ് ഞാൻ മരിക്കുമല്ലോ എന്ന് 20 വട്ടം ചിന്തിക്കുന്നത് ആരാണോ അവര് സ്വർഗത്തിലായിരിക്കും. ആരോടൊപ്പം? ഷഹീദായി പോയുള്ള മനുഷ്യരെ പോലൊപ്പം സ്വർഗത്തിലായിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 20 വട്ടം അല്ല, ഇന്ന് ഒരു വട്ടെങ്കിലും അല്ലാഹു അടുത്ത സെക്കൻഡ് അങ്ങ് മരിക്കുമല്ലോ എന്ന് ചിന്തിച്ചവരൊന്ന് കൈവയ്ക്കാൻ. ഇന്ന് ഒരു വട്ടം അല്ലാഹു ഞാൻ അടുത്ത സെക്കൻഡിൽ മൗത്താണല്ലോ, വഫാത്താണല്ലോ, സക്കറാത്തിന്റെ അവസ്ഥ എന്താണെന്ന് അറിയത്തില്ല, വൈകിട്ട് അസീമോലി വരുമ്പോൾ ആ സദർസിൽ ഒരുമിച്ചിടാൻ പറ്റുമോ എന്നുള്ള ചിന്ത ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു വട്ടം ചിന്തിച്ചവരൊന്ന് കൈവയ്ക്കുക. ആരുണ്ട്? ആരുമില്ല. പക്ഷെ മുത്തലിമീങ്ങൾക്ക് സുന്നത്തില്ല കേട്ടോ. മുത്തലിമീങ്ങൾക്ക് ഹിഫ്ദൊളിക്കുന്നവരാണെങ്കിലും അവർക്ക് മരണസ്മരണ സുന്നത്തില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അവരുടെ ഇൽമിനെ ബാധിക്കും എന്നതുകൊണ്ട് തന്നെയാണ്, ഇൽമൊടിക്കുന്ന തടസ്സമാകുമെന്നതുകൊണ്ട് തന്നെയാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് സുന്നത്താക്കാത്തത്. അല്ലാത്ത എല്ലാവർക്കും മരണസ്മരണ സുന്നത്താണ്, നല്ലതാണ്. നല്ല ചിന്താഗതിയിലേക്ക്, സൽപ്രവൃത്തിയിലേക്ക് മരണസ്മരണ നല്ല ഒരു ഇബാദത്താണെന്ന് മുത്തലി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വന്നത്. എന്നായാലും മരിക്കും, എന്നായാലും മരിക്കും, എന്നായാലും മരണപ്പെട്ടൊടുക്കേണ്ടുന്നവരാണ് ഞാനും നിങ്ങളൊക്കെ. മരിക്കേണ്ടുന്നവരാണെങ്കിൽ എങ്ങനെ മരിക്കണമെന്ന് തീരുമാനമെടുക്കേണ്ടുന്നതും അത് ഞാനും നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങൾ എങ്ങനെ മരിക്കണമെന്ന് ഞാൻ തീരുമാനമെടുത്താൽ അത് ശരിയാവില്ല. ഞാൻ എങ്ങനെ വഫാത്താകണമെന്ന് നിങ്ങൾ തീരുമാനമെടുത്താലും അതും ശരിയാവില്ല. പിന്നെ എന്ത് ചെയ്യണം? ശംസിക്കാൻ അല്ല, ഞാൻ അത് ഞാൻ പ്രതിജ്ഞ ചെയ്യണം എങ്ങനെ ഞാൻ മരിക്കണം. അങ്ങനെ ഓരോരുത്തരും എങ്ങനെ ഞാൻ മരിക്കണം അത് ഓരോരുത്തരുടെ തീരുമാനം, നിശ്ചയപ്രകാരം എങ്ങനെ മരിക്കണം, എങ്ങനെയാ മരിക്കേണ്ടുന്നത്. ഞാനും നിങ്ങളെ കരുനാൾ മരിക്കേണ്ടുന്നവരാണെങ്കിൽ നമ്മുടെ ഉമ്മാന്റെ ഒന്ന് ഖബറിലേക്ക് പോയതുപോലെ, നമ്മുടെ വാപ്പാന്റെ വാപ്പ ചെന്ന ഖബറിലേക്ക് പോയതുപോലെ അതുപോലെ ഒരു നാൾ പോകേണ്ടുന്നവരാണ് ഞങ്ങളും, ഒരു നാൾ മരിക്കേണ്ടുന്നവരാണ്. ആ ഖബർസ്ഥാനിലേക്ക് പോകേണ്ടുന്നവരാണെങ്കിൽ, ഒരു നാൾ മരിക്കേണ്ടുന്നവരാണെങ്കിൽ എങ്ങനെയാണ് മരിക്കണമെന്ന് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുകയാണ്. പരിശുദ്ധമായ ഖുർആൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പറഞ്ഞ് മനസ്സിലാക്കി തരുകയാണ് എങ്ങനെയാണ് മരിക്കേണ്ടുന്നത്. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ ബസ് ഹംദനഅത്തെ റസൂലെ ഹുദാ ബസ് മദ്ഹത്തെ പാകെ ആലിബാദ്. പരിശുദ്ധമായ ഖുർആൻ നമസ്കരിക്കാൻ പറഞ്ഞതുപോലെ, സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞതുപോലെ, ഹജ്ജ് നിർവഹിക്കാൻ പറഞ്ഞതുപോലെ, ഏതെല്ലാം സൽക്കർമ്മങ്ങളുണ്ടോ ആ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞതുപോലെ പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുകയാണ് എങ്ങനെയാണ് നീ മരിക്കേണ്ടുന്നത്. വലാ തമൂതുന്ന നീ മരിക്കരുത് മോനെ, നീ മരിക്കരുത് പിതാവേ, നീ മരിക്കരുത് ഉമ്മ പെങ്ങന്മാരെ, ഇല്ലാ വഅൻതും മുസ്ലിമൂൻ
ഒരു മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത്, ഒരു മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത്, മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത്. മുസ്ലിം അല്ലാതെ മരിക്കോ, മുസ്ലിമായിട്ടല്ലാതെ മരിക്കോ. 4 രീതിയിലാണ് മനുഷ്യന്റെ അവസ്ഥയെന്ന് മുത്തളി മുഹമ്മദ് മുസ്തഫ. മനുഷ്യരുടെ അവസ്ഥ 4 രീതിയിലാണ്. മനസ്സിലാക്കിയോ? ആരും ആയിക്കൊള്ളട്ടെ, മനുഷ്യരുടെ അവസ്ഥ 4 രീതിയിലായിരിക്കുമെന്ന് നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ ചില ആൾക്കാരൊക്കെ കാഫിറായി ജനിക്കുന്നു, കാഫിറായി ചത്തൊടുങ്ങുന്നു, കാഫിറായി ജന്മം കൊള്ളുന്നു. എന്നാൽ മുസ്ലിമിന്റെ അഡ്രസ്സിലായി മുസ്ലിമായി മരിക്കുന്നു. ചില ആൾക്കാരൊക്കെ മുസ്ലിമായി ജന്മം കൊള്ളുന്നു, മുസ്ലിമിന്റെ വാപ്പയായി, മുസ്ലിമിന്റെ ഉമ്മയായി, മുസ്ലിമിന്റെ അഡ്രസ്സിലായി നിലകൊള്ളുന്നു. പക്ഷേ അവസാനം സക്രാത്തിന്റെ അവസ്ഥയോടുകൂടി കാഫിറായി ചത്തൊടുങ്ങുന്നു. നഊദു ബില്ലാഹ്. അല്ലാഹുവേ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. മുസ്ലിമായ ജന്മം കൊണ്ട് കാഫിറായ ചത്തൊടുങ്ങുന്നു. 4ാമതായി മുസ്ലിമായ ജന്മം കൊള്ളുന്നു, മുസ്ലിമാ തന്നെ മരിക്കുകയാണ്. അത് ഭാഗ്യവാൻ. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ മുസ്ലിമാ മരിക്കുവാനുള്ള ഭാഗ്യം കിട്ടി, അതേ മുസ്ലിമായി മരിക്കുവാനുള്ള തൗഫീഖും നീ തരണേ അല്ലാഹ്. എപ്പോഴും ദുആ ചെയ്യണം എൻ്റെ പ്രിയപ്പെട്ടവർ. മുസ്ലിമായിട്ട് മരിക്കണം, മുസ്ലിമായിട്ട് മരിക്കണം. അതിനു വേണ്ടിയിട്ടല്ലേ കഴിഞ്ഞുപോയ പ്രവാചകന്മാര് ദുആ ചെയ്തത്, കഴിഞ്ഞുപോയ പ്രവാചകന്മാർ ദുആ ചെയ്തത്. ഏതൊക്കെ പ്രവാചകന്മാരാണ്? ആ പ്രവാചകന്മാരെ കൊടുത്ത് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നു. റബ്ബിഖദ് ആതൈതനീ മിനൽ മുൽക്കി. ഈ പ്രവിശാലമായ ഈജിപ്തിന്റെ ചെങ്കോലും കിരീടം എന്റെ കയ്യിൽ തന്നു റബ്ബേ. വല്ലം തനീമിൻ തഅവീലിൽ ഹദീസ്. ഉറങ്ങുന്ന മനുഷ്യന്റെ പള്ളിയിലേക്ക്, ആത്മാവിലേക്ക് നീ തോന്നിപ്പിച്ചെടുക്കുന്ന സ്വപ്നമില്ലേ, ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനമെന്ന് പറയുന്ന വിജ്ഞാനത്തിന്റെ സാഗരം എനിക്ക് നീ പഠിപ്പിച്ചു തന്നല്ലാഹ്. ഈ കാണുന്ന പ്രവിശാലമായ ഈജിപ്തിന്റെ ചെങ്കോലും കിരീടവും എന്റെ കയ്യിൽ തന്നു റബ്ബേ. ഉറങ്ങുന്ന മനുഷ്യന്റേക്ക് നീ തോന്നിപ്പിച്ചെടുക്കുന്ന സ്വപ്നം, ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കുവാനുള്ള അറിവും എനിക്ക് നീ പഠിപ്പിച്ചു തന്നല്ലാഹ്. അതുകൊണ്ടും ഞാൻ തൃപ്തിപ്പെടുന്നില്ല. ഇൽമു കൊണ്ടോ, ഈ കാണുന്ന പ്രവിശാലമായ ഈജിപ്തിന്റെ ചെങ്കോല് കൊണ്ടോ, ഈ കിരീടം കൊണ്ടോ, അതിന്റെ അധികാരം കൊണ്ടോ ഞാൻ തൃപ്തിപ്പെടുന്നില്ല, സമാധാനപ്പെടുന്നില്ല. ഞാൻ പിന്നെ സമാധാനപ്പെടുന്നത് തവഫനി മുസ്ലിമാ. ഒരു പ്രവാചകന്റെ ദ്വായാണ്, ഒരു പ്രവാചകന്റെ തേട്ടമാണ്, ഒരു പ്രവാചകന്റെ തേട്ടമാണ്. എന്താണ് തേടുന്നത്? തവഫനി മുസ്ലിമാ. അല്ലാഹേ എന്നൊരു മുസ്ലിമാറ്റ് നീ മരിപ്പിക്കണേ അല്ലാ. അല്ലാഹേ എന്നൊരു മുസ്ലിമാറ്റ് നീ മരിപ്പിക്കണേ അല്ലോ. ഒരു മുസ്ലിമാറ്റ്